വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ആയിട്ടല്ല. ഞാൻ റെഡി ആയി നിൽക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ എങ്ങോട്ട് പോവാണെന്നുള്ളത്. ഞങ്ങളൊരു 1 ഡേ ട്രിപ്പ് പോവാണ്, വേറെ എങ്ങോട്ടല്ല, തൊട്ടപ്പുറത്തുള്ള പാലക്കാട് വരെ പോവാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോണത്, അച്ഛൻ്റെ ഫ്രണ്ടും ഫാമിലി ഉണ്ട്. അവരിപ്പോൾ എത്താറായിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 7:30 കഴിഞ്ഞു. 7:45 ആകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഓൺ ദ വേയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. പാലക്കാട് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺ ദ വേയിലാണ് ഫിക്സ് ചെയ്യുക എങ്ങോട്ടാണ് ആദ്യം പോകേണ്ടതെന്നുള്ളത്. ചിലപ്പോൾ ചിലതൊന്നും ഓപ്പൺ അല്ലെങ്കിൽ എല്ലാം ചീറ്റിപ്പോലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എങ്ങോട്ടാണ് ആദ്യം പോകണമെന്നുള്ളത് ഫിക്സ് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് പുതിയ തുരങ്കം പണിതുണ്ടല്ലോ, എനിക്കത് കാണുന്നത് ഭയങ്കര ആഗ്രഹം. കാരണം കുറേ പേരൊക്കെ അത് ഓപ്പൺ ആയപ്പോൾ എല്ലാവരും പോയി കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കാണണമെന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതെന്തായാലും ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം, കഴിച്ചിട്ടില്ല, ഓൺ ദ വേയിലാണ് അതൊക്കെ കഴിക്കണേ. അപ്പോൾ ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, ഞാൻ സ്ഥിരം പറയണ പോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ അവർ ജേർണി. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയത്. ഇത് ശരവണ ഭവനാണ് കേട്ടോ. പക്ഷെ പുറത്തിങ്ങനെ ജ്യോതിസ് റീജൻസി എന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പണ്ട് മുതലേ ശരവണ ഭവനിലാണ് നമ്മൾ കയറാറ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെയാണ് ആദ്യം നമ്മൾ ഇരുന്നത്. പിന്നീട് നമ്മൾ പ്ലേസ് മാറി, കാരണം ഭയങ്കര വെയിലായിരുന്നു, ഡയറക്റ്റ് അടിക്കണ്ടായിരുന്നു. അത് എല്ലാവരും ഇവിടേക്ക് ഉണ്ട്. നമ്മൾ പൂരി മസാലയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിൽ കുറേ പേര് പൂരി മസാല ഫാൻസാണ്, സോ നമ്മൾ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ പലരും ഇവിടെ ഫുഡ് കിട്ടാണ്ട് വെയിറ്റ് ചെയ്യണവരും ഉണ്ട്. അങ്ങനെ നമ്മൾ പതുക്കെ പൂരി മസാലയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പൂവുക്കുള്ളിന്നിരക്കും കണിക്കൂട്ടം അതിശയം, വണ്ണത്ത് പൂച്ചിയുടമ്പിൽ ഓവിയങ്ങൾ അതിശയം. கடவுளில்லை என்றேன், தாயை காணும் வரை கனவு இல்லை என்றேன், ஆசை தோன்றும் வரை. அழகூரில் பூத்தவளே, என்னை அடியோடு சாய்த்தவளே. மழையே மழையே தூவும் மழையே, இது காதல் தானா? தனியே தனியே நனைந்தேன் மழையே. ஏனோ கண்கள் முகமே தெரிகிறதே. ஒரு நாளில் வாழ்க்கை இங்கு எங்கும் ஓடி போகாது, மறுநாளும் வந்து விட்டால் துன்பம் தேயும். അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മലമ്പുഴ ഡാമിലേക്കാണ് കേട്ടോ ആദ്യം പോയത്. കാരണം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബാക്കിയുള്ള സ്പോട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡാമിൽ കയറാണ്ട് സ്നേക്ക് പാർക്കിലേക്കാണ് കയറിയത്. ഒരുപാട് പാമ്പുകളുടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം എല്ലാവർക്കും ചിലപ്പോൾ അത് കാണാൻ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ ഞാൻ 2-3 പാമ്പുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ആഡ് ചെയ്യണില്ല. ബാക്കിയുള്ളതൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിരുന്നു, പക്ഷെ അതെല്ലാം ഞാൻ ഡിലീറ്റ് ആക്കുകയാണ്. ஓடி போகாது, மறுநாளும் வந்து விட்டால் துன்பம் தேயும் தொடராது. உன்னை கண்டன முதல் முறை நான் என்னை தொலைத்தன முற்றிலுமாய். ராசே ராசே நண்பன் கிடைத்தால் எல்லாம் ஓசை. டாக்ஸே டாக்ஸே நண்பா நீ ஒரு இலவச டாக்ஸி. கண்ணாம்பூச்சி ஏனடா என் கண்ணா, நான் கண்ணாடி பொருள் போலடா. விழிமூடி யோசித்தால் அங்கேயும் வந்தாய் முன்னே முன்னே, தனியாக பேசிடும் சந்தோஷம் தந்தாய் பெண்ணே பெண்ணே. மின்னல்கள் கூத்தாடும் மழைக்காலம், வீதியில் எங்கெங்கும் கூடை கோலம். അങ്ങനെ നമ്മൾ സ്നേക്ക് പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി മലമ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഡാമും ഗാർഡനും ഉള്ളത്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്.
അങ്ങനെ നടന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഫുഡ് അടിക്കാനായിട്ട് ഈ ഒരു ഹോട്ടലിലേക്കാണ് വന്നത്. ഈ ഹോട്ടലിൻ്റെ പേര് NMRS അപ്ടൗൺ എന്നാണ്. കൊള്ളാൻ നല്ല ആംബിയൻസ് ഒക്കെയാണ്. കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് എയർ കണ്ടീഷൻഡ് അല്ല, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പിള്ളേരെല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മന്തിയാണ്. എല്ലാവർക്കും മന്തിയാണല്ലോ ഇഷ്ടം. മന്തി, ബിരിയാണി അങ്ങനെ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് അങ്ങനെ അവിടുന്ന് കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ ലാസ്റ്റ് സ്പോട്ട് പോയത് ടിപ്പു സുൽത്താൻ്റെ ഫോർട്ടിലേക്കാണ്. പ്രത്യേകിച്ച് ഇവിടെ കാണാനായിട്ടൊന്നും ഇല്ല. 2-3 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, പിന്നെ ജയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഫോർട്ട് കാണാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഇല്ല കാണാനായിട്ട്. ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. പാലക്കാട് ഇസ് സോ ഹോട്ട്. ശരിക്കും ക്ഷീണിച്ചു കേട്ടോ. ഇത്രയും സ്ഥലത്തേക്ക് പോയി വന്നപ്പോഴേക്കും തണലൊക്കെ കാണുമ്പോണ്ടല്ലോ സ്വർഗം കിട്ടണ പോലെയാ. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ തുരങ്കം പണിതിട്ടുള്ളത്. നമ്മളിതിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. ആദ്യം ഇവിടെ ഒന്ന് നിർത്തി, അതിനുശേഷം ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് പറഞ്ഞു ഫ്രണ്ടിൽ നിർത്താനായിട്ട്. ഞാൻ മാത്രമാണ് കേട്ടോ ഇറങ്ങി നിന്ന് തുരങ്കത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചത്. ബാക്കിയുള്ളവരൊക്കെ കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഞാൻ ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കാരണം എനിക്കിത് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബാക്കിയുള്ളവർക്കൊന്നും ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മുടെ ബാക്കിലുണ്ടായിരുന്നവരും വന്നു. ഇവർ പോലും ഇറങ്ങിയില്ല, ആരും ഇറങ്ങിയില്ല, ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് നിങ്ങളെ കാണിക്കണമല്ലോ. അതിന് ശേഷം ഞാൻ കാറിൽ കയറി നമ്മൾ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയണത് വല്ലാത്തൊരു രസം തന്നെയാണ് കേട്ടോ.
ചെറിയൊരു വൺ ഡേ ട്രിപ്പ് വ്ളോഗ് എന്ന് പറയാനായിട്ട്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അടുത്ത വീഡിയോയിൽ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.